ചെങ്ങന്നൂർ പാണ്ടനാട് മേഖലയിൽ ജനവാസ മേഖലകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. നിരവധി വീടുകളിൽ വെള്ളം കയറി. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, 2018 സമാനമായ ഒരു പ്രളയ സാധ്യതയിലേക്ക് പോവുകയാണോ? പ്രത്യേകിച്ച് ചെങ്ങന്നൂർ വണ്ടനാട് മേഖലയിലൊക്കെ ജനവാസ മേഖലകളിൽ ജലനിരപ്പ് ഉയരുകയാണ്, ചങ്കെടുപ്പ് കൂടുകയാണ്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, മനോജ്? അശ്വതി, ചെങ്ങന്നൂർ പാണ്ടനാട് മേഖലകളിലെ ഉൾപ്രദേശങ്ങളിലാണ് കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. നമുക്കിപ്പോൾ കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒഴുകിയെത്തുന്ന ജലമാണ്. ഈ വെള്ളം വന്ന് കയറുന്നത് ഇവിടെയുള്ള വീടുകളിലേക്കാണ്. ഒരുപാട് വീടുകൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. 2018 സാഹചര്യം അവരെല്ലാം നമ്മളോട് പറഞ്ഞതാണ്. കാരണം അത്രയധികം ദുരിതം അനുഭവിച്ചവരാണ് ഈ പാണ്ടനാട് നിവാസികൾ. അവർക്ക് വീണ്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് കാണുമ്പോൾ വലിയ ആശങ്കയാണ്. ഇപ്പോൾ ഈ വീടുകളിലൊക്കെ താമസിക്കുന്നവർ 2ാം നിലയിലാണ് അഭയം പ്രാപിച്ചിട്ടുള്ളത്. 1ാം നിലയുടെ പകുതിയോളം ഇപ്പോൾ വെള്ളം എത്തിയിരിക്കുകയാണ്. ഇനി മഴ ഇങ്ങനെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും വെള്ളത്തിൻ്റെ അളവ് കൂടുമോ, അതോടൊപ്പം ഈ ജലനിരപ്പ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ സങ്കീർണമാകുമോ കാര്യങ്ങൾ എന്നുള്ളതാണ് അവരുടെയൊക്കെ ആശങ്ക. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് ദൂരം ഈ വെള്ളത്തിലൂടെ വേണം സഞ്ചരിച്ചെത്താൻ. അവരൊക്കെ ഈ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പലരും ക്യാമ്പിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ജീവിച്ചു വന്നിരുന്ന ഒരു വീട്, ആ വീട്ടിൽ ഇനിയും ദുരിതവും ആയി ഇങ്ങനെ തങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ 2ാം നിലയിലേക്ക് നിൽക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം. കാരണം താഴെ ഉണ്ടായിരുന്നവരാണ്, അവരൊക്കെ ഇപ്പോൾ മുകളിലേക്ക് മാറിയിരിക്കുന്നു. ഈ പാണ്ടനാട് പ്രദേശം എന്ന് പറയുന്നത് ഇടവഴി എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ വെള്ളക്കെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒഴുകിയെത്തുന്ന ജലം, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ കാലിന് മുകളിൽ, അതായത് പകുതിയോളം വെള്ളമാണ്. ഈ വെള്ളം കടന്ന് മാത്രമേ ഈ വീട്ടിലേക്ക് അടക്കം എത്താൻ സാധിക്കുകയുള്ളൂ. അത്രയധികം ദുരിതമാണ് ഇവിടെയുള്ളവർ അനുഭവിക്കുന്നത്. ഈ വയസ്സായിട്ടുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ കുട്ടികളുണ്ട്. ഇവരെല്ലാം തന്നെ ഇവിടെ താമസിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഇങ്ങനെ വെള്ളം കയറുന്നു. ഈ രാത്രിയോളം വെള്ളം കയറുന്നു. വീണ്ടും രാവിലെയും ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നത് ഇവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ഇവിടെയാണ്, അതായത് ഈ വീട്ടിലാണ് ഇവിടെ ആദ്യമായി വെള്ളം എത്തുന്നത് എന്നുള്ളതാണ്. ആണോ? ഈ ഭാഗത്തേക്കല്ലേ ആദ്യം വെള്ളം ഇവിടെ എത്തുന്നത്? ആദ്യം പാണ്ടനാട് പ്രദേശത്ത് വെള്ളം വരുമ്പോഴത്തേക്കിന് ആദ്യമേ കയറുന്ന വീടാണ് ഈ 2 വീടുകളാണ്. ഞങ്ങൾ സേവാഴിതി പ്രവർത്തകരൊക്കെയാണെങ്കിൽ ആദ്യമേ വന്ന സാധനങ്ങളെല്ലാം മാറ്റുന്ന ഒരു വീട് ഇതാണ്. ഭയങ്കര വെള്ളക്കെട്ട് ഇവിടെ താഴ്ന്ന പ്രദേശമാണ്. അത് ആദ്യമായിട്ടാണെങ്കിൽ വെള്ളം കയറുന്ന 2 വീടുകളാണ് ഇത്. പിന്നെ അപ്പുറത്തെ വീടുകളുണ്ട്. പക്ഷേ ആദ്യം വെള്ളം കയറുന്ന വീടുകൾ ഈ 2 വീടുകളിലാണ് വെള്ളം കയറാറുള്ളത്. കുട്ടികളടക്കമുള്ളവർ ഇപ്പോഴും ഈ വീടിൻ്റെ 2ാം നിലയിലാണുള്ളത്. കാരണം അവർക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പ്രായമായിട്ടുള്ള ആളുകളുണ്ട്. 2018 ഉണ്ടായിട്ടുള്ള ഒരു പ്രളയം, ആ സമയത്ത് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണല്ലോ. അന്ന് മോനെ ഒരു കാര്യം കൊടുത്തിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പതിമൂന്ന് വാശം അവിടെ ക്യാമ്പിൽ ഒരു ബെഡ്ഷീറ്റ് മാത്രം ഈ മണ്ടയ്ക്ക് കിടന്നു. അങ്ങനെ കഴിഞ്ഞ് ഇപ്പം പിന്നെ വന്നതായിട്ട് ഇപ്പോൾ ഈ വീടിനുള്ളിലേക്ക് മുഴുവൻ വെള്ളമായി കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ വീടിനുള്ളിലേക്കാണ് നമ്മൾ കയറുന്നത്. വീടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ മുഴുവൻ വെള്ളമാണ്. വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, അവരൊക്കെ ഇപ്പോൾ 2ാം നിലയിലാണ്. അവിടെ മുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. വയ്യാത്ത ഒരു മനുഷ്യനാ. പിന്നെ ഞാൻ ഹാർട്ട് പേഷ്യൻ്റാ. പിന്നെ 4 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ എന്തോ യാതന അനുഭവിക്കുന്നതെന്നറിയാമോ? ഇവിടെ ആദ്യം ഞങ്ങൾ പെരതാത്താ വെച്ചത്. അന്ന് ഞങ്ങൾക്ക് സാമ്പത്തിക കുറവായതുകൊണ്ട് പെരതാന്നായിപ്പോയി. ഇവിടെ ഇപ്പോഴും വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടുന്നത് വലിയ അത് ഇവിടെ കിഴക്ക് ഭാഗത്തൊക്കെ മണ്ണിട്ട് കുറേ ഭാഗം താഴ്ചയിലൊക്കെ കിളത്തി, വടക്കു ഭാഗമൊക്കെ കിളത്തി. അങ്ങനെ ആയപ്പോൾ വെള്ളം കൂടുതൽ കയറുക. താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഞങ്ങൾക്കാണെങ്കിൽ മുട്ടിന് മേപ്പുറത്ത് വെള്ളമുണ്ട്. അവിടെ അകത്ത് ഞങ്ങളിത് കുടുംബമാണ്. ഞാൻ അപ്പുറത്ത് ഞാനും എൻ്റെ 2 പിള്ളേർ ഞങ്ങൾ താമസിക്കാൻ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് 2018 പ്രളയം വന്ന സമയത്ത് ഇവിടെ ആയിരുന്നു? അല്ല, ഞങ്ങൾ പരുമല പള്ളിയിൽ ക്യാമ്പിൽ പോയി. അവിടെ നിന്ന് എൻ്റെ മൂത്ത മോള് വന്ന്, അത് മാവേലിക്കരയാ വീട്, അവിടെ വന്ന് കൊണ്ടുപോയി. ഇപ്പോൾ നമുക്ക് ഈ മുറിക്കുള്ളികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു വീടിൻ്റെ മുറിയാണ്. ഈ മുറിക്കുള്ളിൽ മുഴുവൻ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നു. ഇനിയും ഇവരൊക്കെ താമസിക്കുന്ന വീടാണ്. ഒരു വീട്, അപ്പുറത്തെ വീട് നോക്കിക്കഴിഞ്ഞാൽ അത് പകുതിയോളം മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പാണ്ടനാട് പ്രദേശത്തെ ദുരിത കാഴ്ചകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. അങ്ങനെ വീടുകളിൽ സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ വീടുകളിലേക്ക് കൂടുതൽ എന്തായിരുന്നു? ഇന്ന് പാമ്പും കയറി, ഇതിനകത്ത് കയറി. ഇവിടെ പിന്നെ ഇവിടുത്തെ അച്ഛൻ തല്ലിക്കൊല്ലുമായിരുന്നു.
ഇന്ന് രാവിലെ രാവിലെ ഇന്ന് രാവിലെ ഒരു വലിയൊരു പാമ്പ് കയറി ഉറങ്ങി. ഇവരൊക്കെ കൊച്ചുങ്ങൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം സാധനം മാറ്റിയിട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉറങ്ങും തള്ളുന്ന കണ്ടുകൊണ്ട് ഇവർ പെൺപിള്ളേർ പറഞ്ഞു പാമ്പാ. അന്നേരം അച്ഛൻ നോക്കിയിരുന്നെ പാമ്പാ. അതിനെ തല്ലിക്കൊന്ന് കളഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കിവിടെ. പെട്ടെന്നാ രാവിലെ വെള്ളം കയറി. പെട്ടെന്ന് രാവിലെ പെട്ടെന്ന് വെള്ളം കയറിയായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ ഭീതിജനകമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഈ പാമ്പുകൾ ഉൾപ്പെടെ ഈ വെള്ളത്തിലൂടെ ഒഴുകി എത്തുന്നു എന്നുള്ളതാണ്. കൊച്ചു കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടേക്ക് ഈ പാമ്പുകളൊക്കെ എത്തുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ഇവിടെ അതായത് ഈ വീടിൻ്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടോളം വെള്ളമാണ്. അതായത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനി വെള്ളത്തിൻ്റെ ഈ അളവ് ഉയർന്നു കഴിഞ്ഞാൽ ഏറെ ബുദ്ധിമുട്ടാകും കാര്യങ്ങൾ. കാരണം അത്രയ്ക്കുണ്ട് ഈ ഭാഗത്തൊക്കെ വെള്ളം. ഈ അടുത്ത വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ വീടിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു വീടുണ്ട്. ആ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം അത്രയധികം വെള്ളം ആ വീടിന് ചുറ്റുമുണ്ട്. പമ്പാ നദിയിലെ ജലനിരപ്പ് ഇങ്ങനെ ഉയരും തോറും ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്തോറും അതായത് ഇവിടെയുള്ള ജനങ്ങളുടെ ആശങ്കയും വർദ്ധിക്കുകയാണ്. കാരണം ഇത്രയധികം കാലം ഒരു സമാധാനമില്ല എന്നുള്ളതാണ്. അതായത് ഈ രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം. ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ശാശ്വതമായിട്ട് ഇത്തരത്തിലുള്ള ഈ പ്രളയക്കെടുതിയിൽ ഈ വെള്ളം പൊങ്ങുന്നതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം തീർച്ചയായും മനോജ്, വളരെ ഭീതിജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് അവിടുത്തെ ജനത കടന്നു പോകുന്നത്. ഇങ്ങനെ വെള്ളത്തിലടക്കം പാമ്പുകൾ ഒഴുകിയെത്തുന്നു, കിടപ്പാടം നഷ്ടമാകുമോ എന്നൊരു ഭയം. മുട്ടൊറ്റം വെള്ളത്തിലാണ് ഈ ചെങ്ങന്നൂർ പാണ്ടനാട് മേഖലയൊക്കെ. വലിയ ദുരിതം അനുഭവിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. ജനവാസ മേഖലയിലടക്കം ജലനിരപ്പ് ഇങ്ങനെ ഉയരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഞങ്ങളുടെ പ്രതിനിധി സംഭവ സ്ഥലത്ത് നിന്നും മനോജ് പങ്കുവയ്ക്കുന്നത്.